വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആദിമസഭ മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നതിന് തെരഞ്ഞെടുത്ത 7 പേരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ്. കിരീടം എന്നതാണ് സ്തേഫാനോസ് എന്ന പേരിൻ്റെ അർത്ഥം. കൃപയും ശക്തിയും നിറഞ്ഞ സ്തേഫാനോസ് വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. തന്നോട് തർക്കിച്ചവരോട് ജ്ഞാനത്തോടെ പ്രതിപാദിക്കുവാൻ സ്തേഫാനോസിന് സാധിച്ചു. ഒരു മിന്നാമിനുങ്ങിൻ്റെ ആയുസ് ചുരുങ്ങിയ ദിവസങ്ങളാണ്, പക്ഷേ ലഭിക്കപ്പെട്ട ദിവസങ്ങൾ അത് വളരെ ശക്തിയോടെ പ്രകാശിക്കുന്നു. അതുപോലെ സ്തേഫാനോസിന് ലഭിച്ചത് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും ഒരു പ്രകാശ സാന്നിധ്യമായി ഒരു പ്രവാചകനെ പോലെ ശുശ്രൂഷ നിർവഹിക്കുവാൻ സ്തേഫാനോസിന് സാധിച്ചു. സ്തേഫാനോസിനെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്നവൻ. ആദിമസഭ വളരെ ചെറിയ കൂട്ടമായിരുന്നതിനാൽ അവിടുത്തെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ കുറവായിരുന്നു. എന്നാൽ ലിബർത്തീനർ, കുറേനക്കാർ, അലക്സാന്ദ്രിയക്കാർ, കിലിക്കിയ, ആസ്യ എന്നീ ജനതയുടെ ഇടയിൽ, അതായത് വിവിധ ദേശത്തു നിന്നും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സ്തേഫാനോസിന് സാധിച്ചു. ഈ വ്യത്യസ്ത ജനതകൾ എഴുന്നേറ്റ് അവരിൽ ചിലർ സ്തേഫാനോസിനോട് തർക്കിക്കുമ്പോഴും ധീരതയോടെ അവർക്ക് മുന്നിൽ നിൽക്കുവാനും അവർക്ക് നേതൃത്വം നൽകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച് സ്തേഫാനോസിന് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. അനാദികാലം മുതൽ ആരംഭിച്ച പിതാവായ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനമാണ് യേശു ക്രിസ്തുവിലൂടെ സാധ്യമായി തീരുന്നത് എന്നായിരുന്നു സ്തേഫാനോസിൻ്റെ മുഖ്യ പ്രഭാഷണം. എന്നാൽ വളരെയേറെ എതിർപ്പുകളുടെ മധ്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവേശകരമായ ശുശ്രൂഷ. അന്ധകാരം നിറഞ്ഞയിടത്ത് അന്ധകാരത്തെ പഴി പറയാതെ തന്നാലാവും വിധം പ്രകാശമായി തീരുന്നതാണ് ശുശ്രൂഷ എന്ന് സ്തേഫാനോസ് നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായിട്ട്, പ്രക്ഷുബ്ധതയിലും ദൈവ തേജസ്സോടെ നിൽക്കുന്നവൻ. ഇവിടെ കള്ളസാക്ഷികൾ അദ്ദേഹത്തിന് വിരോധമായി സാക്ഷ്യം പറയുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന്. ഇത് കേവലം വാക്ചാതുര്യമോ പാടവമോ അല്ല, പിന്നെയോ ദൈവകൃപയുടെ പ്രകാശനമാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ ചുറ്റും കൂടി നിന്ന ജനം വിധി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ ക്രൂരതയോടെ പെരുമാറിയവരുടെ മുന്നിൽ ദൈവകൃപയുടെ തണലിൽ സന്തോഷത്തോടെ ദൈവദൂതൻ്റെ മുഖം പോലെ പ്രസാദത്തോടെ നിൽക്കുവാൻ, പ്രകാശത്തോടെ ശോഭിക്കുവാൻ സ്തേഫാനോസിന് സാധിച്ചു. പരിശുദ്ധാത്മ നിറവാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അങ്ങനെ ക്രൈസ്തവ സഭയിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായി തീരുവാൻ സ്തേഫാനോസിന് കഴിയുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലയുടെ മധ്യേ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ പ്രതികരണം ഇന്ന് എപ്രകാരമാണ്? സ്തേഫാനോസിനെ പോലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ധീരതയോടെ നിൽക്കുവാനും ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനും നമുക്കിന്ന് സാധിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വെല്ലുവിളികൾ നിറഞ്ഞ ഇടങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കാലഘട്ടത്തിന് അനുസരണമായി സംഗതമായി ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ആമേൻ.